മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 229 എപ്പിസോഡിൽ കാലി ആഴ്സനിക്കോസം എന്ന അധ്യായത്തിൻ്റെ 5-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലേഴ്സ് കെൻ്റ് വിശദീകരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഗർഭാശയ ക്യാൻസർ, വൃക്കരോഗങ്ങൾ, ചുമയുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷമായ ചില അവസ്ഥകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അവയുടെ വിശദാംശങ്ങൾ പരിഗണിക്കാം. ദർ ഇസ് സം കോൺസ്റ്റിപ്പേഷൻ ഓൾട്ടർനേറ്റിംഗ് വിത്ത് ഡയറിയ. പൊതുവെ ഡയറിയാണ് വരുന്നത്, എന്നാൽ കോൺസ്റ്റിപ്പേഷനും ഉണ്ട്. ഇത്തരം ഈ പരസ്പര വിരുദ്ധമായ പർട്ടിക്കുലേഴ്സിൻ്റെ സാന്നിധ്യം പല ഔഷധങ്ങളിലും കാണുന്നത് ഈ പർട്ടിക്കുലേഴ്സിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു മെഡിസിൻ സെലക്ഷനിലെ അബദ്ധത്തെക്കുറിച്ചാണ്. സ്ട്രോങ് ജനറൽസിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ പർട്ടിക്കുലേഴ്സിന് പ്രസക്തിയുള്ളൂ. ജനറൽസ് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ, അവയുടെ മൊഡാലിറ്റീസ് പെക്യുലാരിറ്റീസ് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ, പർട്ടിക്കുലേഴ്സിൽ വ്യത്യാസം വന്നാലും അഥവാ കൃത്യമായിട്ട് രോഗിയിൽ കാണുന്ന അതേപടി മരുന്നിൽ നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും സുഖപ്പെടുത്തും. കാരണം പർട്ടിക്കുലേഴ്സിൻ്റെ കാര്യത്തിൽ അവിടെ കൃത്യമായിട്ടുള്ളൊരു റൂള് പൊതുവേ ഇല്ല. പലപ്പോഴും പല പ്രൊവേഴ്സിലും വ്യത്യസ്തമായ രീതിയിൽ ഓപ്പോസിറ്റ് സിംറ്റംസൊക്കെ കാണിക്കും. അതാണ് പൊതുവേ ഇതിൽ ഡയറിയ ആണെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. കൺസ്ട്രക്ഷൻ ഓഫ് ദ ഈനസ്, മലാശയത്തിൽ തടസ്സമുള്ളതുപോലെ വയലന്റ് ഡയറിയ അറ്റ് നൈറ്റ്, ആഫ്റ്റർ മിഡ് നൈറ്റ്, ആഫ്റ്റർ കോൾഡ് ഡ്രിങ്ക്സ്, ആഫ്റ്റർ ഈറ്റിംഗ്, ആഫ്റ്റർ മിൽക്ക്. വല്ലാത്ത വയറിളക്കം രാത്രിയിൽ, അർദ്ധരാത്രിക്ക് ശേഷം, തണുത്ത പാനീയങ്ങൾ കുടിക്കുമ്പോൾ, ആഹാരം കഴിയുമ്പോൾ, പാല് കുടിച്ചാൽ. മച്ച് പെയിൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്റ്റൂൾ, ഇൻവോൾട്ടറി സ്റ്റൂൾ, അറിയാതെ മലം പോകാം. മലം പോകുന്ന സമയത്ത് അതിനുശേഷവും വേദന. ഇച്ചിങ് ആൻഡ് എസ്കോറേഷൻ അബൌട്ട് ദ ഈനസ്, മലാശയത്തിൻ്റെ അവിടെ ചൊറിച്ചിൽ, തൊലി അഴുകിപ്പോയിട്ടുള്ള പ്രശ്നങ്ങൾ. ഹെമറോയിഡ്സ് ആൻഡ് ബ്ലീഡിങ് ഫ്രം ദ ഈനസ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പൈൽസ്, അഗ്രവേറ്റഡ് വാക്കിംഗ്. അപ്പോൾ ഹെമറോയിഡ്സ് ഉണ്ട്, മലാശയത്തിൻ്റെ അവിടെ നിന്ന് രക്തവാർച്ചയുണ്ട്, പൈൽസ് അകത്തും പുറത്തും, അങ്ങനെയും പൈൽസ് വരാം. അത് നടക്കുമ്പോൾ അത് വർദ്ധിക്കുകയും ചെയ്യും. ബേണിംഗ് ആസ് വിത്ത് എ റെഡ് ഹോട്ട് അയൺ വിത്ത് പൈൽസ് ആൻഡ് ഡയറിയ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്റ്റൂൾ. ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് കമ്പിയിൽ എന്ന പോലെ ഉള്ള ചൂട്, അങ്ങനെ പൊള്ളൽ, പൈൽസുകളുടെ അവസ്ഥയിലാണ്. വയറിളക്കത്തിൻ്റെ സമയത്തുണ്ട്, മലം പോകുന്ന സമയത്തും അതിന് ശേഷവും. ദ പെയിൻസ് ആർ കട്ടിങ്, പ്രസ്സിങ്, സോർനെസ്, സ്റ്റിച്ചിങ്. വേദനകൾ എല്ലാ തരത്തിലും വരാം. ദർ ഈസ് ടെനസ്മസ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്റ്റൂൾ. മലശോധന സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ എപ്പോഴും വേദനയുണ്ട്. മലമില്ലെങ്കിൽ പോലും മലശോധന നടത്തണമെന്നുള്ള ചിന്ത. പാരലിസിസ് ആൻഡ് ഇൻഫെക്ച്വൽ അർജിങ് ഫോർ സ്റ്റൂൾ, ഒരു മലബന്ധത്തിൻ്റെ ഒരു സാഹചര്യം കൂടി അതിൽ വരുന്നുണ്ട്. മലം പോകണമെന്നുള്ള താല്പര്യം, എന്നാൽ പോകുന്നില്ല, അവിടെ പാരലിസിസും. കാറ്റാർ ഓഫ് കോളൻ, വൻകുടലിൽ അവിടെ കഫസംബന്ധമായ പ്രശ്നങ്ങൾ. സ്റ്റൂൾ ഈസ് അക്രിഡ്, ബ്ലാക്ക്, ബ്ലഡി, ബ്രൗൺ, കോപ്പിയസ്, ഫ്രോത്തി ഓർ സ്കാൻഡി, വാട്ടറി, വൈറ്റ് ആൻഡ് ഫ്രോത്തി ഓർ ഹാർഡ്, ഡ്രൈ, ഡാർക്ക്, നോട്ടി. മലം എല്ലാ തരത്തിലും ഉണ്ട്. കൂടുതലും വയറിളക്കമായിട്ട് ബന്ധപ്പെട്ട കറുത്ത മലം, ബ്രൗൺ നിറത്തിലുള്ളത്, പത പോലുള്ളത്, അമിതമായി വരുന്നത് അല്ലെങ്കിൽ കുറച്ച് വരുന്നത്, വെള്ളം പോലെ വെളുത്ത നിറത്തിൽ പതയോടുകൂടി. ഇനി കോൺസ്റ്റിപ്പേഷനോട് ബന്ധപ്പെട്ട് കട്ടിയുള്ളത്, ഉണങ്ങിയത്, ഇരുണ്ട നിറമുള്ളത്, കട്ട കട്ട പോലെയുള്ളത്. സംടൈംസ് ലൈറ്റ് കളേഴ്സ്, ഒഫൻസീവ് ഓർ പ്യുർലൻറ്റ് യെല്ലോ. ചിലപ്പോൾ നിറം കുറവായിരിക്കും, ദുർഗന്ധമുണ്ടാകാം, വല്ലാതെ മഞ്ഞ നിറത്തിലൊക്കെ വല്ലാതെ വരാം. ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്ലാഡർ, ഈ മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ടും വീക്കമുണ്ട്. റിട്ടൻഷൻ ഓഫ് യൂറിൻ, മൂത്രം പോകാതെ പിടിച്ചു നിൽക്കാം. ഏർജിങ് ടു യൂറിനേറ്റ് അറ്റ് നൈറ്റ്, കോൺസ്റ്റന്റ്, ഫ്രീക്വന്റ്, ഇൻഎഫക്ച്വൽ. രാത്രിയിൽ സുസ്ഥിരമായി ഇടയ്ക്കൊക്കെ മൂത്രം പോകണമെന്നുള്ള ശങ്ക, മൂത്രശങ്ക, പക്ഷേ പോകാതിരിക്കുകയും ചെയ്യാം. യൂറിനേഷൻ ഈസ് ഡ്രിബ്ലിംഗ് ഓർ ഡിഫിക്കൽട്ട് ആൻഡ് പെയിൻഫുൾ. തുള്ളിയായിട്ട് വളരെ കഷ്ടപ്പെട്ട് മൂത്രം പോകാം,
പ്രയാസപ്പെട്ടായിരിക്കും പോകുമ്പോൾ വേദനയുണ്ടാകും. യൂറിനേഷൻ ഫ്രീക്വൻ്റ് അറ്റ് നൈറ്റ്, രാത്രിയിൽ ഇടക്കിടക്ക് യൂറിനേഷൻ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥാഭേദം കൂടി ഇതിൽ വരും. ഇൻകോണ്ടിനൻസ്, മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ. ഹി ഫീൽസ് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഫിനിഷ്ഡ്, മൂത്രം പോയാലും പോയില്ല എന്നുള്ള ചിന്ത, വീണ്ടും പോകണമെന്നുള്ള ചിന്ത. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഈ പർട്ടിക്കുലേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കാലി ആഴ്സനിക്കോസത്തിൽ എല്ലാത്തരം ലക്ഷണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് പരസ്പര വിരുദ്ധമാകാം. ആ വ്യക്തി രോഗഗ്രസ്തനായതിൻ്റെ ഫലമായി ഒട്ടുമിക്ക അവയവങ്ങളിലും എല്ലാത്തരം ലക്ഷണങ്ങളും പുറപ്പെടുവിക്കുന്നു എന്ന് നമുക്ക് പൊതുവെ നമുക്ക് കരുതാവുന്നതാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ കിഡ്നീസ്, വൃക്കകളിൽ വീക്കം. പെയിൻ, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്, വേദന, വെട്ടിമുറിക്കുന്ന പോലെ കുത്തുന്ന പോലുള്ള വേദനകൾ നമ്മൾ നേരത്തെയും പലതവണ കണ്ടു. കട്ടിങ് അലോങ് ദ യൂട്രസ്, ഗർഭപാത്രത്തിൻ്റെ ഭാഗത്ത് വെട്ടിമുറിക്കുന്നതുള്ള വേദന. ഇറ്റ് ഹാസ് ബീൻ ഓഫ് സർവീസ് ഇൻ അഡിസൺസ് ഡിസീസ്, അഡ്രിനാലിൻ ഗ്രന്ഥിയുടെ ക്രമരാഹിത്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ, ക്ഷീണം, തളർച്ച, മൂത്രത്തിൽ പഞ്ചസാരയുടെ അളവ് താഴൽ, ക്ഷീണം, ഒരുപാട് പ്രശ്നങ്ങൾ. അഡിസൺസ് ഡിസീസ് ഡിസീസിൻ്റെ കാര്യത്തിൽ വലിയ സേവനം കാലി ആർട്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, രോഗികളുടെ ജനറൽ കണ്ടീഷൻ എഗ്രി ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഇത്തരം ക്ഷീണാവസ്ഥകൾ, അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ഒക്കെ മാറിപ്പോകും. ഹെമറേജ് ഫ്രം ദ യുറേത്ര ആൻഡ് ബേണിംഗ് ഡ്യൂറിങ് യൂറിനേഷൻ, മൂത്രാശയത്തിൽ നിന്നും രക്തവാർച്ചയുണ്ട്, മൂത്രമൊഴിക്കുന്ന സമയത്ത് പൊള്ളൽ. യൂറിൻ ആൽബ്യൂമിനസ് ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭകാലത്ത് മൂത്രത്തിൽ ആൽബ്യൂമിൻ്റെ അളവ് വർദ്ധിക്കുന്നു. യൂറിൻ ബ്ലഡി ബേണിംഗ് ക്ലൗഡി, മൂത്രത്തിൽ രക്തം, പൊള്ളൽ, ആകെ ക്ലൗഡി ആയിട്ടുള്ളത്, മങ്ങിയ ട്രാൻസ്പെറൻസി കുറഞ്ഞൊരവസ്ഥ. ഇതൊക്കെ വൃക്കരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സാധാരണ കാണുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് വൃക്കയിൽ ക്യാൻസറായിട്ട് ഒരെണ്ണം എടുത്തു കളഞ്ഞൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഓരോ മൂത്രസംബന്ധമായ ചില പ്രശ്നങ്ങൾ പറയും. അപ്പം ഞാൻ അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുന്നത് ഇതൊക്കെ സാധാരണ ഒട്ടുമിക്ക ഹോമിയോപ്പതി മരുന്നുകളും കവർ ചെയ്യുന്നതാണ്. അത് എന്തെങ്കിലും വല്ലാത്ത പ്രശ്നങ്ങൾ വന്നാൽ നമുക്കത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. കളർ ഓഫ് യൂറിൻ ഈസ് ബ്ലാക്ക്, ഗ്രീനിഷ് ഓർ റെഡ്. മൂത്രത്തിൻ്റെ നിറവ്യത്യാസത്തിൽ വളരെ സവിശേഷമായ ഒന്ന് രണ്ട് നിറങ്ങൾ. കറുത്ത മൂത്രം, പച്ച നിറമുള്ള മൂത്രം, ചുവപ്പ് നിറമുള്ള മൂത്രം. ഇരുണ്ട നിറവും മഞ്ഞ നിറവും രക്തക്കിടന്ന് ചുവന്ന നിറമുള്ള മൂത്രമൊക്കെ ഉണ്ട്. പക്ഷേ പച്ച നിറവും കറുത്ത നിറമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഏതായാലും അങ്ങനെ കാണുമ്പോൾ കാലി ആഴ്സ് പോലുള്ള ഔഷധങ്ങൾ അവയെ കവർ ചെയ്യുമെന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ വരുമ്പോഴും പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻ തന്നെയാണ് പ്രധാനമായിട്ട് പരിഗണിക്കേണ്ടതെന്ന് ഓർക്കണം. ജനറൽ കണ്ടീഷൻസ് കാലി ആഴ്സ് കവർ ചെയ്യുന്നില്ലെങ്കിൽ, ഒരു പച്ച നിറത്തിലുള്ള മൂത്രമോ കറുത്ത നിറത്തിലുള്ള മൂത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ കാലി ആഴ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടോ മറ്റോ ഒന്നും ആൾ സുഖപ്പെടാൻ പോകുന്നില്ല. ചിലപ്പോൾ താൽക്കാലികമായിട്ട് മാറിയെന്നിരിക്കാം, സപ്രസ്ഡ് ആയെന്നിരിക്കാം. യൂറിൻ കോപ്പിയസ്, യൂറിൻ സ്കാൻഡി വിത്ത് പെല്ലിക്കൽ ഓൺ സർഫസ്, സെഡിമെന്റ് കോപ്പിയസ്, മ്യൂക്കസ്, പസ്, റെഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഡിമിനിഷ്ഡ്, യൂറിൻ വാട്ടറി ആൻഡ് ക്ലിയർ. ഇവിടെയും അതുതന്നെ മൂത്രമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ അസ്വസ്ഥതകളും എല്ലാവിധ രോഗാതുരമായ അവസ്ഥകളും നമുക്ക് കാണാൻ സാധിക്കും. ദ ടെസ്റ്റസ് ആർ ഹാർഡ്, പെയിൻഫുൾ ആൻഡ് സ്വോളൻ. വൃഷണങ്ങൾ കട്ടിയാകുന്നു, വേദന ഉണ്ടാകുന്നു, വിങ്ങിയിരിക്കുന്നു. സെമിനൽ എമിഷൻസ്, ഇറക്ഷൻസ് ഫീബിൾ. ശുക്ലസ്രാവം ഉണ്ടാകുന്നു, ഇറക്ഷൻസ് വളരെ ശക്തി കുറഞ്ഞ തരത്തിൽ ആകുന്നു. ദിസ് റെമഡി ഹാസ് ഗ്രേറ്റ്ലി റെസ്ട്രെയിൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ക്യാൻസർ ഓഫ് യൂട്രസ്. ഗർഭപാത്രത്തിലെ അർബുദത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയെ, അതിൻ്റെ ഗുരുതരമാകലിനെ വലിയ തോതിൽ ഇത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടെത്താൻ വൈകി, അർബുദാവസ്ഥയിലായ ശേഷമാണ് മനസ്സിലാക്കുന്നതെങ്കിൽ പോലും അതിനെ റെസ്ട്രെയിൻ ചെയ്യാൻ, പിടിച്ചു നിർത്താൻ കാലി ആഴ്സനിക്കോസിന് സാധിക്കും. ഇറ്റ് ഈസ് മെൻഷൻ ഫോർ കോളിഫ്ലവർ എക്സ്ക്രീഷൻസ് വിത്ത് പ്യൂട്രിഡ് ഡിസ്ചാർജ്. ഇവിടെ ഗർഭപാത്രം എന്ന് പറയുന്നത് ശരീരത്തിനുള്ളിലുള്ളതാണ്. ഇത് എന്തെങ്കിലും ഉപകരണം വെച്ച് പരിശോധിക്കാതെ അത് ക്യാൻസറാണെന്നുള്ള കാര്യം മനസ്സിലാവില്ല. പക്ഷെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ കോളിഫ്ലവർ പോലുള്ള വളർച്ചകൾ, ദുർഗന്ധവും വമിക്കുന്ന
അമിതമായ സ്രവങ്ങൾ വരുന്നു, രക്തം വരുന്നു. അങ്ങനെയുള്ള ലക്ഷണങ്ങളിലൂടെ ഇത്തരം ആന്തരിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഇച്ചിങ് ഓഫ് വൾവ, സ്ത്രീകളുടെ ബാഹ്യ ജനനേന്ദ്രിയ ഭാഗത്ത് ചൊറിച്ചിൽ, ലുക്കോറിയ, എസ്കോറിയേറ്റിംഗ്, ബേണിംഗ്, ഒഫൻസീവ്, പ്യൂട്രിഡ്, യെല്ലോ, അഗ്രവേറ്റഡ് ആഫ്റ്റർ മെൻസസ്. വെള്ളപോക്കും എല്ലാ തരത്തിലും ഉണ്ട്, ദുർഗന്ധമുള്ളതുണ്ട്, മഞ്ഞനിറമുണ്ട്, ആർത്തവത്തിന് ശേഷം വർദ്ധിക്കുന്നു. മെൻസസ് ആബ്സെന്റ്, ആക്രിഡ്, ബ്രൈറ്റ് റെഡ്, കോപ്പിയസ്, ഫ്രീക്വന്റ്, ഒഫൻസീവ്, പെയിൻഫുൾ, പെയിൽ, പ്രൊട്രാക്റ്റഡ്, സ്കാൻഡി, സപ്രസ്ഡ്. അപ്പോൾ ആർത്തവത്തിൻ്റെ കാര്യത്തിലും എല്ലാ തരത്തിലുമുണ്ട്, അമിതമായിട്ടുമുണ്ട്, സപ്രസ് ചെയ്തില്ലാത്ത തരത്തിലുമുണ്ട്. പെയിൻ ഇൻ യൂട്രസ്, ഗർഭാധാനത്തിൻ്റെ ഭാഗത്ത് വേദന, സ്റ്റിച്ചിങ് ഇൻ ഓവറീസ്, അണ്ടാശയത്തിൻ്റെ ഭാഗത്ത് വല്ലാതെ കുത്തുന്ന പോലുള്ള വേദന, പ്രൊലാപ്സസ്, ഗർഭപാത്രം പുറത്തേക്ക് തള്ളിപ്പോകുന്നൊരവസ്ഥ, കാറ്റർ ഓഫ് ലാരിങ്സ് ആൻഡ് ട്രക്കിയ, ഈ തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകൾ. സ്വനവേടകത്തിലും ശ്വാസനാളിയിലും കറ്റാറൽ കണ്ടീഷൻസ്, കഫം, സെൻസേഷൻ ഇൻ ത്രോട്ട് ആൻഡ് ലാരിങ്സ് ആസ് എ ഫോഴ്സ് അസണ്ടർ. നമ്മൾ നേരത്തെയും കണ്ടാണ് തൊണ്ടയും ശ്വാസനാളിയും പരസ്പരം വേർപെടുത്തപ്പെട്ടു എന്നതുപോലുള്ളൊരു തോന്നൽ. ഇപ്പോൾ ശ്വസിക്കാനുള്ള പ്രയാസം അല്ലെങ്കിൽ ശ്വാസം ഇടയ്ക്ക് ചോർന്നു പോകുന്നുള്ള തോന്നലൊക്കെ ആകാം. ഡ്രൈനസ് ഇൻ ലാരിങ്സ്, റോനസ്, സോർനസ് ആൻഡ് സ്ക്രാപ്പിംഗ് ഇൻ ലാരിങ്സ്, ഹോഴ്സ്നെസ് ആൻഡ് വോയിസ് ലോസ്റ്റ്. അപ്പോൾ സ്വനപേടകത്തിൽ ഡ്രൈനസും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ, സോർനസൊക്കെ ഉണ്ടാകുമ്പോൾ പരുക്കൻ ശബ്ദം വരും, ശബ്ദമില്ലാതെ വരും. റെസ്പിറേഷൻ ഇസ് റാപ്പിഡ്, ആങ്ഷ്യസ് ആൻഡ് ആസ്മാറ്റിക് അറ്റ് നൈറ്റ്, അഗ്രിവേറ്റ് ഫ്രം 2 to 3 PM. ശ്വാസോച്ഛ്വാസം വളരെ വേഗത്തിലാകുന്നു, വല്ലാതെ ഒരു ഉത്കണ്ഠാകുലമാകുന്നു, ആസ്മാറ്റിക് ആകുന്നു. എപ്പോഴാണ്? രാത്രി 2 മുതൽ 3 വരെ. ഡിഫിക്കൽട്ട് ഈവനിങ് ആൻഡ് നൈറ്റ് ആൻഡ് അഗ്രിവേറ്റ് 2 to 3 AM. അപ്പോൾ സായനായിക്കഴിഞ്ഞാൽ ശ്വാസം പ്രയാസമാകും. അർദ്ധരാത്രിക്ക് ശേഷം 2 മുതൽ 3 വരെയാണ് ഇതിൻ്റെ കൂടുതൽ രൂക്ഷമാകുന്നത്. ഓൺ കോഫിംഗ്, ഓൺ എക്സേർഷൻ, ഓൺ ലൈയിങ്, ഓൺ മോഷൻ, വെൻ വാക്കിംഗ്. അപ്പോൾ ഇത് ചുമക്കുമ്പോൾ വർദ്ധിക്കും, ആയാസം കൊണ്ട് വർദ്ധിക്കും, കിടക്കുമ്പോൾ വർദ്ധിക്കും, ചലിക്കുമ്പോൾ വർദ്ധിക്കും, നടക്കുമ്പോൾ വർദ്ധിക്കും ഒക്കെ ഉണ്ട്. റെസ്പിറേഷൻ റാറ്റ്ലിംഗ്, ഷോർട്ട്, സഫക്കേറ്റീവ്, വീസിങ് ആൻഡ് വെസ്ലിംഗ്. അപ്പോൾ ശ്വാസോച്ഛ്വാസവും എല്ലാ തരത്തിലുമുണ്ട്, എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അവിടെയുണ്ട്. ഇൻ ദ കോൾഡ് അനീമിക് പേഷ്യൻ്റ് ദർ ഇസ് എ മോർണിംഗ് കോഫ് വിത്ത് കോപ്പിയസ് എക്സ്പെക്ടറേഷൻ. രക്തക്കുറവുള്ള, വിളർച്ച ബാധിച്ച, തണുപ്പിനോട് സെൻസിറ്റീവായിട്ടുള്ള പേഷ്യൻസിൽ പ്രഭാതത്തിൽ ചുമയുണ്ട്, ഒപ്പം വല്ലാത്ത അമിതമായ കഫവും വരും. ആൻഡ് എ നൈറ്റ് കോഫ് ദാറ്റ് ഇസ് ഡ്രൈ. എന്നാൽ രാത്രിയിലെ ചുമയാകുമ്പോൾ വരണ്ട ചുമയാണ്. എങ്ങനെ? വിളറിയ, തണുപ്പിനോട് സെൻസിറ്റീവായിട്ടുള്ള, തണുപ്പനായിട്ടുള്ള വ്യക്തികളുടെ കാര്യത്തിൽ. ദ കോഫ് ഈസ് എ ഹോക്കിംഗ് കോഫ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ്. ഉച്ച കഴിഞ്ഞും സായാഹ്നത്തിലുമുള്ള ചുമ വല്ലാതെ കുരക്കുന്ന പോലുള്ള ചുമയാണ്. ദ കോഫ് ഈസ് അഗ്രവേറ്റഡ് ഇൻ കോൾഡ് എയർ. തണുത്ത വായിൽ ചുമ വർദ്ധിക്കും. ഓൺ ബിക്കമിങ് കോൾഡ് ആഫ്റ്റർ കോൾഡ് ഡ്രിങ്ക്സ്. തണുത്ത പാനീയങ്ങൾക്ക് ശേഷവും ചുമ വർദ്ധിക്കും. അഗ്രവേറ്റ് ലൈയിങ് ഇൻ ഈവനിങ്. രാത്രിയിൽ കിടക്കാൻ നേരത്തും വർദ്ധിക്കും. ആൻഡ് ഓൺ മോഷൻ. ചലിക്കുമ്പോഴും വർദ്ധിക്കും. ദ കോഫ് കംസ് ഡ്യൂറിങ് ചിൽ ആൻഡ് ഫീവർ ആൻഡ് വിത്ത് കൊറൈസ. കുളിരും പനിയുള്ളപ്പോഴും സാധാരണ പനിയുള്ളപ്പോഴും ഒക്കെ ഈ നീരിളക്കത്തോടുകൂടി, ജലദോഷത്തോടു കൂടിയുള്ള ചുമ വരും. ഇറ്റ്സ് എ ചോക്കിംഗ് ആസ്മാറ്റിക് കോഫ് സംടൈംസ്. ചില സമയത്ത് നമ്മുടെ തൊണ്ട അടഞ്ഞു പോകുന്ന തരത്തിലുള്ള ആസ്മാറ്റിക് ആയിട്ടുള്ള ശ്വാസം മുട്ടലോ കൂടി ചേർന്ന ചുമയാണ്. ഇത് സ്പാസ്മോഡിക് ആൻഡ് സഫക്കേറ്റീവ്. ശ്വാസം മുട്ടുന്ന തരത്തിൽ, വലിച്ചു കോച്ചുന്ന തരത്തിലൊക്കെ ഉണ്ടാകാം. ഇറിറ്റേഷൻ്റെ കോഫ് ഈസ് ഫെൽറ്റ് ഇൻ ദ ലാരിങ്സ് ആൻഡ് ട്രക്കിയ ആൻഡ് ദ കോഫ് ആൻഡിൽ എക്സോസ്റ്റഡ്. ശ്വാസനാളിയിലും സ്വനപേടകത്തിലുമൊക്കെ ചൊറിച്ചിൽ പോലെ വന്നിട്ട് അത് ചുമയായിട്ട് മാറും. ചുമച്ച് ആകെ തളർന്നു പോകുന്ന അവസ്ഥയാവും. എക്സ്പെക്ടേഷൻ മോർണിംഗ് ആൻഡ് ഈവനിങ് ബ്ലഡി, കോപ്പിയസ്, ഡിഫിക്കൽട്ട്, ഗ്രീനിഷ്, പ്യൂർലൻ, വിസിഡ് ആൻഡ് യെല്ലോ. അപ്പോൾ കഫവും രാവിലെയും സായാഹ്നത്തിലും ഒക്കെ ഉണ്ട്. അതിലും രക്തമുള്ളതുകൊണ്ട് അമിതമായിട്ട് വളരെ പ്രയാസപ്പെട്ട് കഫം വരുന്നു. പച്ച നിറത്തിലുള്ള കഫം, വല്ലാതെ കട്ടിയായിട്ടുള്ള കഫം, ഒഴുകാൻ പ്രയാസമുള്ള തരത്തിലുള്ള കൊഴുത്ത കഫം, മഞ്ഞ നിറത്തിലൊക്കെ ഉണ്ട്. ഈ ടേസ്റ്റ് ബിറ്റർ, സിക്കനിങ്, പ്യൂട്രിഡ് ഓർ സ്വീറ്റിഷ്. അപ്പോൾ കയ്പുണ്ടാകാം, വല്ലാതെ മനമടുപ്പിക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട രുചികളുണ്ടാകാം, മധുര രുചിയുള്ളതും ഉണ്ടാകാം.
ഇൻ ദ ചെസ്റ്റ് ദർ ഇസ് ഗ്രേറ്റ് ആങ്സൈറ്റി ആൻഡ് ഒപ്രഷൻ. വല്ലാതെ ഉത്കണ്ഠ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള വയറ്റിലും നെഞ്ചിലുമൊക്കെ ഉത്കണ്ഠ നമ്മൾ അനുഭവിക്കും. അപ്പോൾ ആ ഉത്കണ്ഠ കൊണ്ട് ശ്വാസം തടസ്സപ്പെട്ട പോലുള്ള വല്ലാത്ത പ്രയാസമുള്ള ഒരു അനുഭവം നെഞ്ചിൽ. ഇറ്റ് ഹസ് ക്യൂർഡ് ഒബ്സ്റ്റിനേറ്റ് കേസ് ഓഫ് കാറ്റാറ ഓഫ് ദ ചെസ്റ്റ്. നെഞ്ചിലെ കഫക്കെട്ടിൻ്റെ വല്ലാതെ ഒരു തരത്തിലും സുഖപ്പെടാത്ത തരത്തിലുള്ള അവസ്ഥകളൊക്കെ കാലിയാർ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഹസ് കോൺസ്ട്രിക്ഷൻ ഓഫ് ചെസ്റ്റ് ആൻഡ് ഹേർട്ട്. നെഞ്ചിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാഗത്ത് ആകെ തടസ്സപ്പെട്ടിരിക്കുന്ന പോലെ, കെട്ടിയിരിക്കുന്ന പോലെ. എഫ്യൂഷൻ ഓഫ് ദ പ്ലൂറൽ സാക്ക്. ശ്വാസകോശത്തിൻ്റെ കവചത്തിൽ നീര് വന്ന് കെട്ടുന്നൊരവസ്ഥ. ഹെമറേജ് ഓഫ് ലങ്സ്. ശ്വാസകോശത്തിൽ നിന്നും രക്തവാർച്ച ഉണ്ടാകാം. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്ങിയൽ ട്യൂബ്സ്, എൻഡോകാർഡിയം, പെരിക്കാർഡിയം, ലങ്സ് ആൻഡ് പ്ലൂറ. അപ്പോൾ ഹൃദയത്തിൻ്റെ എല്ലാത്തരം ആവരണങ്ങളിലും ശ്വാസകോശങ്ങളിലും ശ്വാസകോശത്തിൻ്റെ ആവരണങ്ങളിലും ബ്രോങ്കിയൽ ട്യൂബ്സിലും എല്ലാം വീക്കം. നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാത്തരം പ്രശ്നങ്ങളും വരുന്നു. കൊണ്ടോ കാലിയാഴ്സിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഒരു വ്യാപ്തിയാണത് കാണിക്കുന്നത്. എത്രത്തോളം വ്യാപ്തിയിൽ വ്യാപകമായിട്ട് ശക്തമായിട്ട് കാലിയാഴ്സ് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ ഈ ലക്ഷണങ്ങളുടെ ധാരാളിത്തത്തിൽ നിന്നും അവിടെ പരസ്പര വിരുദ്ധമായ ലക്ഷണങ്ങൾ പോലും പല പ്രൊവേഴ്സിനും വരുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാർഡിയാക് ആൻഡ് അനീമിക് മെർമേഴ്സ്. അപ്പോൾ നെഞ്ചിൽ ഹൃദയത്തിൻ്റെ ഭാഗത്തൊക്കെ ശബ്ദവ്യത്യാസം, സ്റ്റെത്തോസ്കോപ്പൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ശബ്ദവ്യത്യാസം, സീൽക്കാര ശബ്ദവും കുറുകുറ ശബ്ദമൊക്കെ വരാം. ഒപ്രഷൻ ഓഫ് ഹാർട്ട് ആൻഡ് ചെസ്റ്റ്. നെഞ്ചിൽ ആ ഹൃദയത്തിൻ്റെ ഭാഗത്തൊക്കെ എന്തോ ഒരു പ്രയാസം. ചില ആളുകൾ പറയില്ലേ, വല്ലാത്ത പ്രയാസം നെഞ്ചിൽ, അങ്ങനെ പറയുള്ളൂ. അതാണ് ഈ ഒപ്രഷൻ, ഡിസ്കംഫോർട്ട് എന്നൊക്കെ പറയുന്നത്. ആങ്ഷ്യസ് ആൻഡ് വയലന്റ് പാൽപിറ്റേഷൻ. അല്ലാതെ ഉത്കണ്ഠാകുലമായ ശക്തമായ നെഞ്ചിടിപ്പ്. വീക്ക് ഫീലിംഗ് ഇൻ ചെസ്റ്റ്. നെഞ്ചിലാകെ ഒരു ക്ഷീണം, നെഞ്ചിന് ക്ഷീണം, ശ്വാസം കഴിക്കാനും മറ്റുമൊക്കെ പ്രയാസം. എ മോസ്റ്റ് യൂസ്ഫുൾ റെമഡി ഇൻ ത്രട്ടൻ തൈസിസ്. ക്ഷയം വരാൻ പോകുന്നു, ക്ഷയരോഗ സാധ്യത, കുടുംബത്തിൽ പാരമ്പര്യം, ബന്ധുക്കൾക്ക്, പരിസരങ്ങളിൽ, ആ മേഖലയിൽ ക്ഷയരോഗ മേഖല, അങ്ങനെയൊക്കെ വരുമ്പോൾ ക്ഷയരോഗത്തിൻ്റെ ഭീഷണി ഇങ്ങനെ അയാളുടെ തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. അതിൽ ഏറ്റവും ഉപകരിക്കുന്ന ഔഷധങ്ങളിലൊന്ന്. എ മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് എസ്പെഷ്യലി വെൻ ദർ ആർ ക്യാവിറ്റീസ് ഇൻ ദ ലങ്സ്. ശ്വാസകോശത്തിൻ്റെ അകത്ത് ക്യാവിറ്റീസ് ഉള്ളൊരു സാഹചര്യത്തിൽ. ആൻഡ് ദ പേഷ്യൻ കനോട്ട് ഗെറ്റ് വാം ഈവൻ വിത്ത് വാം ക്ലോത്തിങ് ആൻഡ് ഇൻ എ വാം റൂം. അപ്പോൾ നമ്മൾ പൊതുവെ ഒരു തണുപ്പൻ പേഷ്യൻ്റാണ് കാലിയാഴ്സ് എന്ന് കണ്ടു. ഇവിടെ ഈ ഒരു കണ്ടീഷനുള്ളവർക്ക് വേണ്ടത്ര ശ്വാസം കിട്ടുന്നില്ല, വേണ്ടത്ര രക്തസംക്രമണം നടക്കുന്നില്ല. അങ്ങനെ വരാൻ നേരത്ത് എത്ര വസ്ത്രം ധരിച്ചാലും അവർക്ക് ഒരു കംഫർട്ട് കിട്ടുന്നില്ല. ചൂടുമുറിയിൽ, ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹീറ്ററിട്ട മുറിയിൽ, പണ്ടുകാലത്ത് നെരിപ്പോടെ വെച്ച മുറിയിൽ കയറിയാൽ പോലും അയാളുടെ ശരീരം വേണ്ടത്ര ചൂടാകുന്നില്ല. ആൻഡ് വെൻ കോൾഡ് ഡ്രിങ്ക്സ് ബ്രിങ് ഓൺ മെനി സിംറ്റംസ്. ഈ ഒരു അവസ്ഥയിൽ ചൂടുകാലത്താണെങ്കിൽ പോലും തണുത്ത പാനീയങ്ങൾ കുടിക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ പുറത്തു വരും. അപ്പോൾ ചൂടുമുറിയിൽ പോയാൽ വേനൽക്കാലത്ത് പോലും ഇയാൾക്ക് ശരീരം വേണ്ടത്ര ചൂട് കിട്ടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ തണുത്ത വെള്ളം കുടിക്കാൻ തോന്നും. അത് കുടിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുകയും ചെയ്യും. ദ പെയിൻ ഇൻ ദ ചെസ്റ്റ് ഈസ് അഗ്രവേറ്റഡ് ഫ്രം കോഫിംഗ്. ചുമക്കുമ്പോൾ നെഞ്ചിലെ വേദന വർദ്ധിക്കുന്നു. ആൻഡ് ഫ്രം ഇൻസ്പിറേഷൻ, ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നെഞ്ചിലെ വേദന. ഇസ് ഫെൽ ഓൾമോസ്റ്റ് ഇൻ ദ സൈഡ്സ് ഓഫ് ചെസ്റ്റ് ആൻഡ് ഇൻ ദ ഹാർട്ട്. നെഞ്ചിൻ്റെ വശങ്ങളിലും ഹൃദയത്തിൻ്റെ ഭാഗത്തുമാണ് ഈ വേദനയും മറ്റുമൊക്കെ, ചുമക്കുമ്പോൾ വർദ്ധിക്കുന്ന വേദനയും മറ്റുമൊക്കെ അനുഭവിക്കുന്നത്. ദ പെയിൻ ഈസ് ബേണിംഗ്, കട്ടിംഗ്, സോർനെസ് ആൻഡ് സ്റ്റിച്ചിങ്. ഈ വേദനയും എല്ലാ തരത്തിലുള്ള വേദനയുണ്ട്. ദ സ്റ്റിച്ചിങ് പെയിൻസ് ആർ അഗ്രവേറ്റഡ് ഓൺ കോഫിംഗ്. കുത്തുന്ന വേദനകൾ ചുമക്കുമ്പോഴാണ് വർദ്ധിക്കുന്നത്. ആൻഡ് ഓൺ ലെഫ്റ്റ് സൈഡ്, അത് ഇടതുവശത്താണ്. ദ ബാക്ക് ഈസ് കോൾഡ് ആൻഡ് സെൻസിറ്റീവ് ടു കോൾഡ് എയർ ആൻഡ് ഡ്രാഫ്റ്റ്സ്. മുതുക് പിൻഭാഗം തണുത്തിരിക്കുന്നു. തണുത്ത വായുവിനോടും തണുത്ത വായുപ്രവാഹത്തോടും വളരെ സെൻസിറ്റീവാണ്. ഇൻ ദ സെർവിക്കൽ റീജിയൻ, സ്കാപ്പുലെ ആൻഡ് ബിറ്റ്വീൻ ദ ഷോൾഡേഴ്സ്. പെയിൻ ഇൻ ലംബാർ റീജിയൻ ആൻഡ് സാക്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിൻഭാഗത്ത്, തോളിലും ഒക്കെ എല്ലാ ഭാഗത്തും വേദനയുണ്ട്. വേദനയും എല്ലാ തരത്തിലുണ്ട്. ഏക്കിംഗ്, ബ്രൂയിസ്ഡ്, ബേണിംഗ്, ഡ്രോയിങ് ഇൻ ബാക്ക്. എല്ലാത്തരം വേദനകളും. മുതുകുവേദന, പിൻഭാഗം നടുവേദന എന്ന് പറയുന്നത് എല്ലാ തരത്തിലുണ്ട്. ടെൻഡർ സ്പൈൻ, നട്ടെല്ല്, സുഷുമ്നാനാഡി വളരെ ടെൻഡറാണ്, അതിൻ്റെ ഒരു വേണ്ടത്ര കെൽപ്പില്ല. സ്റ്റിഫ്നെസ് ഇൻ ബാക്ക്, പിൻഭാഗം അല്ലാതെ ചലിപ്പിക്കാൻ പ്രയാസമുള്ള തരത്തിൽ സ്റ്റിഫായിരിക്കുന്നു. എല്ലാ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നിരവധി ലക്ഷണങ്ങളാണ്
കാരി ആർട്സിനുള്ളത്. ആ ലക്ഷണങ്ങളുടെ ധാരാളിത്തം എന്നുള്ളത് നമ്മൾ മനസ്സിലെപ്പോഴും സൂക്ഷിക്കുക. ഇത്തരം പേഷ്യൻസിനെ കാണുമ്പോൾ നിരവധി ലക്ഷണങ്ങൾ ഇങ്ങനെ നമുക്ക് എഴുതിയാലും തീരാത്ത വിധത്തിൽ ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻ, കാരി ആർട്സിൻ്റെ ജനറൽ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ജനറൽ കണ്ടീഷൻസ് ഒത്തു വരികയാണെങ്കിൽ ഈ രോഗി പറഞ്ഞു വരുന്ന ലക്ഷണങ്ങൾ എത്ര വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും, എത്ര വൈവിധ്യമുണ്ടെങ്കിലും, എത്ര ധാരാളിത്തം ഉണ്ടെങ്കിലും കാരി ആർട്സ് സുഖപ്പെടുത്തും. കാരി ആർട്സ് മാത്രമല്ല, ഇതേപോലെ മറ്റു പല ഔഷധങ്ങൾ നമുക്ക് ഇത്തരം ധാരാളിത്തം കാണാൻ സാധിക്കും. അവിടെയും ഔഷധത്തിൻ്റെ ഒരു ജനറൽ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ അത് തിരഞ്ഞെടുക്കണം. ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഈ പറഞ്ഞ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ശമിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കൂടി കാരി ആർസനിക്കോസ് എന്ന അധ്യായം അവസാനിക്കും. ആ എപ്പിസോഡിലും ഇതേപോലെ ധാരാളം ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അവയെ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.